എന്റെ ലൈഫിൽ ഒരു ഗവൺമെന്റ് ജോലി എനിക്കില്ലാത്തതിനെ കുറിച്ച് ഓർത്ത് വിഷമം തോന്നിയ ഒരു ദിവസമായിരുന്നു ഇന്ന്. ഇന്നേ വരെ ഞാൻ അച്ചീവ് ചെയ്ത ചെറിയ കാര്യങ്ങളിൽ പോലും ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷെ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് അതങ്ങ് പോയി കിട്ടി. ഞാൻ ഇന്ന് ബാങ്കിൽ നിന്ന് ഇറങ്ങി വന്ന സമയത്ത് ഒരു ചേച്ചി, പരിചയമുള്ള ഒരു ചേച്ചിയായിരുന്നു. ആളെ കണ്ടു. ആള് സ്വാഭാവികമായിട്ടും കുറെ നാൾ കൂടി കണ്ടപ്പോൾ എന്നോട് വിശേഷം ചോദിച്ചു. മോളെ ഇപ്പൊ എന്താ ചെയ്യുന്നത്, ജോലിയൊക്കെ ഉണ്ടോ എന്നൊരു ചോദ്യം. ആ ഒരു ചോദ്യത്തിന് ഞാനിപ്പോ ചെറിയൊരു ഫേമൊക്കെ നടത്തുന്നുണ്ട് ചേച്ചി, ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇനി ഞാൻ പറഞ്ഞത് ആൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണോ എന്തോ, എന്തായാലും ചേച്ചി എന്നോട് പറഞ്ഞു, എന്തൊക്കെയോ ഉണ്ടായിട്ട് എന്താ മോളെ, ഒരു ഗവൺമെന്റ് ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും കഷ്ടപ്പെടണമായിരുന്നോ, എത്ര സുഖമായിരുന്നു ജീവിതം, അങ്ങ് സെറ്റിൽഡ് ആകുമായിരുന്നല്ലോ. തിരിച്ച് ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മുഴുവൻ എന്റെ ലൈഫ് തന്നെ ഞാൻ റിവൈൻഡ് ചെയ്യേണ്ട അവസ്ഥ വന്നു. എവിടെ നിന്ന് ഞാൻ ഇവിടെ എത്തി, എത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ എത്തിയത്, എന്റെ ലൈഫിൽ എന്തൊക്കെ അച്ചീവ്മെന്റ്സ് ഉണ്ട്, ഞാൻ എന്നെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യേണ്ട അവസ്ഥ വന്നു. എന്താ അല്ലേ, കേരളത്തിലെ ആളുകൾ ശ്രദ്ധിക്കുന്നത് ഈ ഒരു ഗവൺമെന്റ് ജോലിയാണോ? ഗവൺമെന്റ് ജോലി ഇല്ലാത്ത ആളുകൾ എന്ത് ചെയ്യും? അവർക്കുള്ള അച്ചീവ്മെന്റ്സ് ഒന്നും കാൽക്കുലേറ്റ് ചെയ്യില്ല. എന്റെ ലൈഫിൽ ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾ വരെ എന്തായാലും ഞാൻ അച്ചീവ് ചെയ്തത് എന്റെ ഈ ഒരു ചെറിയ ഫേം സ്റ്റാർട്ട് ചെയ്തത് കഴിഞ്ഞ പിന്നെയാണ്. അപ്പൊ ആ ഒരു കാര്യത്തെ ആള് ചെറുതാക്കി, ഒരു ഗവൺമെന്റ് ജോലി എന്നുള്ളൊരു സംഭവം വെച്ച് ഞാൻ എന്റെ ലൈഫിൽ ചെറുത് തൊട്ട് വലുത് വരെ അച്ചീവ് ചെയ്തേക്കുന്ന എല്ലാ കാര്യങ്ങളും ആളങ്ങ് ചെറുതാക്കി കളഞ്ഞു. ആൾക്ക് ചിലപ്പോൾ ഗവൺമെന്റ് ജോലി എന്നുള്ളത് വലുതായിരിക്കും, പക്ഷെ ഞാൻ എന്റെ ലൈഫിൽ അച്ചീവ് ചെയ്തേക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ എനിക്ക് എന്റെ ജോലി, എന്റെ പ്രൊഫഷൻ, എന്റെ ഫേം അതെനിക്ക് വളരെ വലുതാണ്. ഇങ്ങനെയുള്ള ചേച്ചിമാരും ആൾക്കാരും ഒക്കെ എല്ലാവരുടെ ലൈഫിലും അവിടെ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ആൾക്കാരുടെ പെർസ്പെക്റ്റീവ്സും ഒപ്പീനിയൻസും ഒക്കെ ഇങ്ങനെ വേറെ വേറെ വ്യത്യാസമായിരിക്കും. നമ്മൾ ഹാപ്പി ആണോ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ മാത്രം നമ്മൾ നോക്കിയാൽ മതി. ബാംഗ്ലൂർ ഡേയ്സിൽ ദുൽഖർ സൽമാന്റെ ഡയലോഗില്ലേ, ആളുകളുടെ പ്രഷർ കുക്കറിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത്, അത് നമുക്കങ്ങ് വേണ്ടാന്ന് വെച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ആളുകൾ അങ്ങനെ പലതും പറയട്ടെ, അവരുടെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യേണ്ട കാര്യം നമുക്കില്ല. നമ്മൾ നമ്മുടെ ലൈഫിൽ ഹാപ്പി ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പൊ നമ്മുടെ എല്ലാ ചെറിയ അച്ചീവ്മെന്റ്സും നമുക്ക് വലുതായിരിക്കും. ഗവൺമെന്റ് ജോലിയിലൊന്നും അല്ലെന്നേ കാര്യം, നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങളോ ആഗ്രഹങ്ങളോ വരെ നമുക്ക് സാധിച്ചു തരാൻ പറ്റുന്ന ഒരു ജോലി ഉണ്ടോ എന്നുള്ളത് മാത്രം. നമുക്കൊരു ഇൻകം ഉണ്ടോ, നമുക്കൊരു ജോലി ഉണ്ടോ, അത് മാത്രം. നമ്മുടെ ഗ്രോത്തിന് സഹായിക്കുന്ന ഏതൊരു ജോലിയാണെങ്കിലും അത് അച്ചീവ്മെന്റ് തന്നെയാണ്. ഓക്കെ, ഹാപ്പി ഹാപ്പി.